നമസ്കാരം. ടുഡേ ടേസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് ആയിട്ടുള്ളത് നുസ്രത്ത് ഷിഹാബാണ്. ഇത്ത സ്വാഗതം. താങ്ക് യു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ഡിഷാണ് അല്ലേ? ഒരു ഡെസേർട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ടോഫി ബ്രെഡ് പുഡിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ടോഫി ഉണ്ടാക്കിയിട്ട് പിന്നെ ബ്രെഡും ഇതൊക്കെ വെച്ചിട്ട് നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞോളൂ. അതിന് നമ്മൾ ആദ്യം വേണ്ടത് ടോഫി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിൽക്ക് മെയ്ഡ് പൊട്ടിക്കാണ്ട് ടിന്നോട് കൂടിയിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് വെച്ചിട്ട് അത് മൂടുന്ന വരെ അതിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു 5 വിസിൽസ് ഇടാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 3 വിസിൽസ് വരെ വെച്ച് കഴിഞ്ഞിട്ട് അത് ഫുള്ളായി തണുക്കണം. ഫുള്ളായി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയാണ് നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുക വെച്ചാൽ രാത്രിയിൽ ഇത് ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് രാവിലെ ഓപ്പൺ ചെയ്യാം. പിന്നെ 1/2 ലിറ്ററാണ് പാലെടുക്കുന്നുള്ളത്. പിന്നെ മിൽക്ക് മെയ്ഡ് എടുക്കുന്നുണ്ട്, പിന്നെ ഷുഗർ, പിന്നെ കുറച്ച് കോൺഫ്ലവർ, ഒരു 1 ടീസ്പൂണ് കോൺഫ്ലവർ ഒന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി വെക്കുക. അതൊന്ന് കുറുകാൻ വേണ്ടിയിട്ടാണ്, പാലൊന്ന് ജസ്റ്റ് കുറുകാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഫ്രഷ് ക്രീം, ഞാനിവിടെ 1 കപ്പ് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ കോൺഫ്ലേക്സ് വേണം, ഇതിനൊരു നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നതാണ് കോൺഫ്ലേക്സ്. സ്വീറ്റ് ആൻഡ് കോൺഫ്ലേക്സ് എടുക്കണ്ട, നോർമൽ കോൺഫ്ലേക്സ് എടുത്താൽ മതി. കോൺഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഓറിയോ ബിസ്ക്കറ്റും എടുക്കുന്നുണ്ട്. ഇതേപോലെ ക്യൂബ്സ് ആക്കിയിട്ട് ഒരു ബ്രെഡ് നന്നായിട്ട് ബട്ടറിൽ ടോസ്റ്റ് ചെയ്യുക, എന്നിട്ട് ക്യൂബ്സ് ആക്കിയിട്ട് എടുക്കുക. സോസ് പാനിൽ പാല് 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, അതിൽ 1/2 ലിറ്റർ പാൽ ഒഴിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ പഞ്ചസാര, എല്ലാം ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ പഞ്ചസാര നല്ല സ്വീറ്റ് വേണ്ടവർ നല്ല യൂസ് ചെയ്യും. ഞാൻ ഇതുപോലുള്ളൊരു സ്പൂണിൽ ഒരു 2 to 3 സ്പൂൺസ്, ഈ ഒരു വലുപ്പത്തിലുള്ള സ്പൂൺ, അത് 2 to 3 സ്പൂൺസ് ആണ് ഷുഗർ ആഡ് ചെയ്തിട്ടുള്ളത്. പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ജലാറ്റിനാണ്. ഞാനിവിടെ ഒരു 10 ഗ്രാം ജലാറ്റിന് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വെച്ചതാണ്. അത് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അളവ് കൂട്ടാം. പെട്ടെന്ന് ഉണ്ടാക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് സെറ്റായി കിട്ടും. ഇനി നമ്മൾ ഒരു മിക്സർ ഗ്രൈൻഡറിലോട്ട് പിന്നെ മിൽക്ക് മെയ്ഡും ഫ്രഷ് ക്രീമും ജലാറ്റിനും ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഈ പാല് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ പിന്നെ കോൺഫ്ലവർ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കോൺഫ്ലോർ ശരിക്കും നമ്മൾ എന്തിനാണ് ആഡ് ചെയ്യുന്നത്? ഇതൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ്, പാല് ജസ്റ്റ് ഒന്ന് കുറുകാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ പാല് തണുക്കണമെന്നൊന്നുമില്ല, ചൂടോട് കൂടിയിട്ട് തന്നെ ഈ പാലിലോട്ടേക്ക് നമ്മൾ അടിച്ചിട്ട് വെച്ച ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ പാല് നേരത്തെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ മിക്സറിൽ ഇട്ട് അടിച്ചെടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിൻ്റെ അകത്തേക്ക് ചേർക്കുകയാണ്. നമുക്ക് പുഡിങ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞു. പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ബ്രെഡ് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ ബ്രെഡാണ് ലെയർ ചെയ്യുന്നത്. നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുക. ഇത് ശരിക്കും നമ്മൾ ബ്രെഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇങ്ങനെ ടോസ്റ്റ് ചെയ്ത ബ്രെഡ് അതിലേക്ക് ഒരു ലെയർ പോലെ നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ലെയർ സെറ്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ടോഫി ഒരു ലെയർ പോലെ കൊടുക്കുക. ഓക്കെ, നമ്മൾ സെക്കൻഡ് ലെയർ ആയിട്ട് ചെയ്തത് ടോഫി ആയിരുന്നു, നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ടോഫി. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കൊടുക്കുന്നത് കോൺഫ്ലേക്സ് ആണ്. കോൺഫ്ലേക്സ് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിലേക്കൊന്ന് ലെയർ പോലെ ഒന്ന് കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് ലെയർ നമ്മൾ
ടോസ്റ്റഡ് ബ്രെഡായിരുന്നു. അത് ഒരു ക്യൂബിക് ഷേപ്പ് ആക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്തു. രണ്ടാമത്തെ ലെയർ നമ്മൾ ടോഫിയാണ് ചെയ്തത്. മൂന്നാമത്തെ ലെയർ നമ്മൾ കോൺഫ്ലേക്സ് ഒന്ന് ക്രഷ് ചെയ്തിട്ട്, കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് മൂന്നാമത്തെ ലെയർ ഇപ്പോൾ സെറ്റ് ചെയ്യാൻ പോവാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് കൂടി ക്രഷ് ചെയ്തതാണിത്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇതിന് ഫ്രിഡ്ജിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മണിക്കൂർ വേണം ഇതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അതാണ് പുഡിംഗാണ്, ടോഫി പുഡിംഗ്. അപ്പോൾ നമ്മുടെ ടോഫി പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ഒരു 6 മണിക്കൂർ മുമ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പുഡിംഗ് ആയിരുന്നു. ടേസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. 6 മണിക്കൂറിന് ശേഷം എടുത്തുകൊണ്ടാണല്ലേ. ഓക്കെ, അടിപൊളി. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അത്ര ടേസ്റ്റിയാണ്. ആ ഒരു എന്താ പറയുക, എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ചെന്ന് ആ 6 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെച്ചതൊക്കെ അതുപോലെ നല്ല അടിപൊളിയായിട്ടുണ്ട് ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു സോ മച്ച് ചിത്ത. താങ്ക് യു. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തി തന്ന ഈ ഒരു ഡിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വിഭവവുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.